മാന്യതയാണ്. നിങ്ങൾക്ക് ആ മാന്യതല്ല. നിങ്ങൾക്ക് തെറ്റ് തിരുത്തൂല എന്ന് മാത്രല്ല, തിരുത്തിയോലെ കുത്തി പറയല ഞങ്ങളെ പണി. 2001 ശബാബിൽ എഴുതിയതാണല്ലോ, മനുഷ്യരിൽ പ്രവേശിച്ച് വിഭ്രാന്തി, ഉന്മാദം. ഞാൻ ഇവിടുന്ന് വിഭ്രാന്തി പറയുമ്പോൾ അവിടുന്ന് വെച്ചാൽ പറയാം, വിഭ്രാന്തിക്ക് ഭ്രാന്തി ഒന്നും അർത്ഥമല്ല. എന്നാ വിഭ്രാന്തിന്റെ അർത്ഥങ്ങളൊന്നും പറയും ഡിക്ഷണറിന്ന്. ഉന്മാദം, മാനസിക രോഗം നടത്തല്ല നിങ്ങൾ പറയും ഡിക്ഷണറിന്ന്. അവിടെ നിന്ന് പുലമ്പിയാ പോരല്ലോ. അത് നിങ്ങൾ തിരുത്തിയോ? തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, രൗദ്രമായി പെരുമാറുക, ഇതൊക്കെ ശൈത്താൻ കൂടിയവർക്ക് ഉണ്ടാകുന്നു. 113, 114 അധ്യായാണെന്നും ശബാബിൽ 2001 എഴുതി. അന്ധവിശ്വാസങ്ങളെ ലോകമെന്നവർ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരുത്തിയിട്ടുണ്ടോ? അതേ കാര്യം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കുത്തി പറയുന്നവര് ആണത്തമുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണ്ടേ? തിരുത്തിയോലെ കുത്തി പറയാൻ പഠിച്ചാ പോരാ, തെറ്റ് തിരുത്താൻ പഠിക്കണം. അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന ഈ വിടുവായിത്തം നിങ്ങൾ നിർത്തുകയും വേണം. പിന്നെ അടുത്തത്, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തപ്പോഴാണ്, എല്ലാവർക്കും ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അയ്യൂബ് നബിക്ക് ബാധിച്ച രോഗവും സാമ്പത്തിക നഷ്ടവും പിശാജ് ഉണ്ടാക്കിയതാണെന്ന ശംസുദ്ദീൻ സക്കരിയമാരുടെ വാദമാണോ? അതല്ല ചീത്ത കാര്യങ്ങളെ പിശാജുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ച് എന്നെ പിശാജ് സ്പർശിച്ചു എന്ന് അയ്യൂബ് നബി പറഞ്ഞതാണെന്ന് അമാനുമോലിയുടെ പരിഭാഷയിൽ പറഞ്ഞ കാര്യമാണോ നിങ്ങളുടെ സംഘടന ഇപ്പോൾ അംഗീകരിക്കുന്ന അഭിപ്രായം? അമാനുമോലിന്റെ പരിഭാഷയിൽ ഒന്നെങ്കിലും ഒരു അനുകൂലമായി കിട്ടി. ഈ ഒറ്റതൊന്നും അമാനുമോലിന്റെ പരിഭാഷ വേണ്ട. അയ്യൂബ് നബിന്റെ രോഗം മാത്രം അമാനുമോലിന്റെ പരിഭാഷ വേണം. സിഹിറിനെ പറ്റി പറഞ്ഞ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട. സൂറത്തുൽ ബഖറ 102 വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട. ശുഅറ 221, 222 ഹല്ലുനബിയുക്കും അലാമൻ തനസ്സൽ ശയാത്തീൻ അത് ഞങ്ങൾക്ക് വേണ്ട. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും തൈഫും മിനശ് ശൈത്താനി തദക്കറു അത് ഞങ്ങൾക്ക് വേണ്ട. അല്ലേ, ഇന്നമാദാലിക്കും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു അത് നമുക്ക് വേണ്ട. ആകപ്പാടോൽക്ക് അമാനുമോലിന്റെ പരിഭാഷ ഇത് മാത്രം മതി. അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ ബഅദാബ് പിശാച് പീഡനങ്ങൾ കൊണ്ടും അതുപോലെ അവശതയും ഏൽപ്പിച്ചുകൊണ്ട് എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം മാത്രം മതി. അത് 2 നിലക്ക് വ്യാഖ്യാനിച്ചവരുണ്ട്. ഒരു വ്യാഖ്യാനം മാത്രമേ അമാനുമോൽ എടുത്തു കൊടുത്തിട്ടുള്ളൂ. അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കൽ എന്താ പറഞ്ഞോ, പരിശുദ്ധ ഖുർആന്റെ മറ്റൊരു ഭാഗം കണ്ടാ വ്യാഖ്യാനിക്കണ്ട്. ജക്കരിയ ഇപ്പൊ ഡോക്ടറേറ്റ് ഒക്കെ എടുത്താലേ അപ്പൊ കുറച്ചൊക്കെ അറിയായിരിക്കും. ഖുർആൻ കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. എന്നാ ഞാൻ വ്യാഖ്യാനിച്ചു തരാം. എന്നിട്ട് ആലിമില്ലാമ വ്യാഖ്യാനിക്കാണ്. എന്താ വ്യാഖ്യാനം? അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അപ്പൊ അന്നീ മസ്സനിയ ശൈത്താൻ എന്ന സ്വാദിൽ പറഞ്ഞത് മസ്സനിയൽ ദുർറു എന്ന ആയത്തുകൊണ്ട് ഇങ്ങോട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ടാ വ്യാഖ്യാനിക്കണം. എന്നാലോ ഖുർആനിലെ ചിലത് കൊണ്ട് വ്യാഖ്യാനിക്കും. അംബിയായിൽ പറഞ്ഞു എനിക്ക് ലുറ് ബാധിച്ചിരിക്കുന്നു. എന്താ ലുറ്? ശൈത്താൻ ബാധിച്ചത്. അന്നീ മസ്സനിയ ശൈത്താൻ. രണ്ടും അങ്ങോട്ടും ഒന്നൊന്നിനെ വ്യാഖ്യാനിക്കാണ്. മൂപ്പർ അങ്ങോട്ട് വ്യാഖ്യാനിക്കണം. അതാരാ പറഞ്ഞത്? എന്താ തെളിവ്? ബന്റെ തൊള്ള. പിന്നെ വേറെ ആരെങ്കിലും എഴുതി വെച്ചത് വാരി കണ്ടിട്ടുണ്ടാവും. അപ്പൊ മുഫസ്സിറുകൾ 2 നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അമാനി മൗലവി പറഞ്ഞത് ചീത്ത കാര്യങ്ങൾ പിശാചിലേക്ക് ചേർത്തി പറയുന്ന പ്രയോഗം അനുസരിച്ചാണ്. അതന്നെ ഞങ്ങളും പറയണത്. ചീത്ത കാര്യങ്ങളെ പിശാചിലേക്ക് ചേർത്തി പറഞ്ഞ പ്രയോഗം ഉണ്ടായത് എല്ലാ ചീത്ത കാര്യത്തിന്റെ ഒരു കാരണം പിശാചാണ്. അതുകൊണ്ട് തന്നെ വെറുതെ പ്രയോഗം ഉണ്ടാവില്ല. അറബി ഭാഷയിൽ ഒരു പ്രയോഗം വരുമ്പോ അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. എല്ലാ ചീത്ത കാര്യങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, അതിന് കാരണമായി വർത്തിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് ഏത് കാര്യത്തെയും ശൈത്താനിലേക്ക് ചേർത്തി പറയാം. ഇപ്പൊ ലോകത്തുടനീളം മനുഷ്യർ പലതിനെയും ആരാധിക്കുന്നുണ്ട്. അതൊക്കെ ശൈത്താനുള്ള ആരാധനയാണ്. എന്താ കാരണം? അങ്ങനെ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് അവർ ചില ദേവതകളെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ മോട്ടുകാരനായ ധിക്കാരിയായ പിശാചിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. പിശാചെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടത് അല്ല, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ശൈത്താനാണ്. അത് അമാനുമോലിന്റെ പരിഭാഷയിൽ നിർത്തി വായിച്ചു കൊണ്ടു. ഒരു കാര്യത്തെ അതിന്റെ കാരണത്തിലേക്ക് ചേർത്തും. അപ്പൊ നമ്മൾ പറയല്ല സാധാരണ MK മുനീർ ഉണ്ടാക്കിയ പാലാത് എന്ന് പറയും. മുനീറിന്റെ കാലത്ത് ഉണ്ടാക്കിയ പാലത്തെ കുറിച്ച് അല്ലെ, മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോ ഉണ്ടാക്കിയ പാലെന്നാ. അല്ലാതെ മുനീർ വന്നിട്ട് സിമന്റും കമ്പിയൊക്കെ എടുത്താണ് പാലുണ്ടാക്കി എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം ഒപ്പിട്ടത് കൊണ്ടും അദ്ദേഹം അതിൽ മുൻകൈ എടുത്തോണ്ടും അദ്ദേഹം വേണ്ട സ്ഥലത്ത് വേണ്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ പാലുണ്ടാക്കാൻ കാരണമായത് എന്നതിന്റെ അർത്ഥമുള്ളൂ. അതുപോലെ ഏത് ചീത്ത കാര്യങ്ങൾക്ക് പിന്നിലും ശൈത്താന്റെ പ്രേരണയാണുള്ളത് എന്നതുകൊണ്ട് ചീത്ത കാര്യത്തെ ശൈത്താനിലേക്ക് ചേർത്തും. ഇവിടെ ഉണ്ടായ ചീത്ത കാര്യം എന്താ? രോഗം. ആ രോഗത്തെ ശൈത്താനിലേക്ക് ചേർത്തി. പിന്നെ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടവും ധനനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
അല്ലെ? ഇപ്പൊ ഒരാളൊരു മോട്ടോർ ബൈക്ക് വന്നിട്ട് വീണു. നല്ല സുഖമായി ജീവിച്ചിരുന്ന കുടുംബാണ്. കുടുംബനാഥം മോട്ടോർ ബൈക്ക് വന്നിട്ട് വീണു. 2 കാലും അങ്ങോട്ട് ഒടിഞ്ഞു, കയ്യും അങ്ങോട്ട് ഒടിഞ്ഞു, കടന്നു. നല്ല ചികിത്സിച്ച് കുടുംബം മുഴുവൻ തകർന്നു. ഇരിക്കുന്ന പൊര വരെ വിറ്റു, തകർന്നു. ഈ മോട്ടോർ ബൈക്കാണ് എങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വെച്ച പരീക്ഷണമാണ്. അയാൾക്ക് എന്തുണ്ടായിട്ടുള്ളൂ? മോട്ടോർ ബൈക്ക് അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതിനെ തുടർന്ന് അയാളെ സ്വത്ത് പോയി, കുടുംബങ്ങൾ ഉപേക്ഷിച്ചു, പലതും ഉണ്ടായിന്ന് വരാം. ഇതുപോലെ രോഗത്തിന്റെ കാരണമായിട്ട് പിന്നെ പലതും അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പൊ ശൈത്താൻ രോഗമുണ്ടാക്കിയത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ശൈത്താനെ കൊണ്ട് പരീക്ഷിച്ചതാണ്. ആദം നബിയെ ശൈത്താനെ കൊണ്ട് പരീക്ഷിച്ചിട്ടില്ലേ? അല്ലേ? ആദം നബിയെ ശൈത്താനെ കൊണ്ട് നബി പരീക്ഷിച്ചതുപോലെ അള്ളാഹു പരീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് രോഗം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ക്ഷമയും അദ്ദേഹത്തിന്റെ ഈമാനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു എന്ന നിലക്ക് ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിരീങ്ങളുണ്ട്. അതുകൊണ്ട് അമാനി മൗലവിയുടെ വ്യാഖ്യാനം ഈ വ്യാഖ്യാനത്തിന് എതിരല്ല. 2-1 വ്യാഖ്യാനം അദ്ദേഹം എടുത്തു കൊടുത്തു എന്നേ ഉള്ളൂ. അമാനി മൗലവിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് വേണ്ടോടത്ത് മാത്രം സ്വീകരിച്ചാൽ പോരാ, എല്ലായിടത്തും സ്വീകരിക്കണം എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 8ാമത്തെ ചോദ്യം, അത് ഈ ആഴ്ചത്തെ ശബാബിലുള്ളതാണ്. ഇന്ന് ഞാൻ ഭാഗ്യ ശബാബിലുള്ളതാണ്. ജിന്നുകളെ ആരാധിക്കുകയും അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ചോദ്യത്തിന്റെ സൃഷ്ടി ഇവിടെ അല്ല, മേലെന്ന് വന്ന ചോദ്യമാണ്. കാരണം ഇന്നത്തെ ശബാബിലുള്ളതാ. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം കൊടുക്കുമെന്ന് അബൂബക്കർ സലഫി, ശംസുദ്ദീൻ സക്കറിയ തുടങ്ങിയ പ്രാസംഗികർ പ്രചരിപ്പിക്കുന്നു. അതേസമയം ജിന്നുകൾക്കും മലക്കുകൾക്കും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് ഖുർആനിലുണ്ടെന്ന് സക്കറിയ സലാഹി ഇസ്ലാം മാസിക 2000 ഡിസംബർ എഴുതുന്നു. അപ്പോൾ പ്രാർത്ഥന ഇബാദത്തും ആരാധനയുമല്ലെന്ന ഖുറാഫികളുടെ വാദം എപ്പോഴാണ് നിങ്ങൾ അംഗീകരിച്ചത്? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശൂറാ 221, 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ. കമാനിയോടിന്റെ പരിഭാഷ. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? ആരുടെ മേലിറങ്ങുന്നത്? തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം. എല്ലാ പാപികളുടെയും വ്യാജൻ പറയുന്നവരുടെയും അടുത്താണ്. ജ്യോത്സ്യന്മാര്, മന്ത്രവാദികൾ, പണിക്കന്മാര്, അങ്ങനത്തെ പിശാച് ഇറങ്ങും. പിശാച് അവരെ പല ഉപദേശവും കൊടുക്കും. അവനെ കൊണ്ട് കഴിയുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആ സഹായം കിട്ടണമെങ്കിൽ പിശാചിനെ പൂജിക്കുകയും